പറ്റുമോ ഈ സംസ്കാരം? ഇത് നെഹ്റു കുടുംബത്തിന് പറ്റുമോ? ഞങ്ങൾ ലജ്ജിക്കുന്നു, നെഹ്റു കുടുംബം ലജ്ജിക്കുന്നു. ഇങ്ങനെ ഒരുത്തൻ ഈ കുടുംബത്തിൽ ജനിച്ചു പോയല്ലോ എന്ന് പറയാൻ ആ കുടുംബത്തിൽ തന്നെ ആളുണ്ടായി. പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറയുന്ന തൊഗാഡിയുടെ നാട്ടിൽ നിങ്ങൾ അവരുടെ പ്രഖ്യാപനം അംഗീകരിക്കാൻ ഹിന്ദുക്കളില്ല. RSSൻ്റെ ക്യാമ്പ് പാലക്കാട്ട് പൂട്ടി. ഇതിന് ആളെ കിട്ടാഞ്ഞിട്ട്, ആയുധ പരിശീലനത്തിൻ്റെ ക്യാമ്പ് പൂട്ടിപ്പോയി. പഠിക്കാൻ ഹിന്ദുവിനെ കിട്ടാഞ്ഞിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രമേയം പാസാക്കി ഹിന്ദുക്കളെ ഒരു വസ്തുവിന് പറ്റൂല. ഇത് വാളെടുക്കാഞ്ഞിട്ട്, മുസ്ലിമുകൾക്കെതിരെ വാളെടുക്കാഞ്ഞിട്ട് ഹിന്ദുവിനെ വിശ്വ ഹിന്ദു പരിഷത്ത് ആക്ഷേപിക്കുക. ബോംബെ ഹൈക്കോടതിയിൽ ഒരാൾ കേസ് കൊടുത്തു, ഖുർആൻ നിരോധിക്കണം. എല്ലാ കുഴപ്പവും ഉണ്ടാക്കുന്ന ഖുർആനാണ്. തീവ്രവാദം മുഴുവൻ ഉണ്ടാകുന്ന ഖുർആനിലൂടെയാണ്. അതുകൊണ്ട് ആ ഖുർആൻ നിരോധിക്കണം ഇന്ത്യയിൽ. അന്യായം കിട്ടിയപ്പോൾ ക്ഷുഭിതനായിക്കൊണ്ട് ജഡ്ജി പറഞ്ഞു, അന്യായക്കാരൻ 6 മാസം തടവും 10,000 രൂപ ഫൈനും. പ്രതിക്കല്ല, അന്യായക്കാരന്. പ്രതി സാധു ഖുർആനാണല്ലോ, ഖുർആൻ ബൈക്ക് പോയിട്ടേ ഇല്ല. ഖുർആൻ്റെ വക്കീൽ കോടതിയിലില്ല, ജഡ്ജി തന്നെ പറയുകയാണ് 6 മാസം തടവും 10,000 രൂപ ഫൈനും. അപ്പോൾ അന്യായക്കാരൻ്റെ വക്കീൽ പറഞ്ഞു, എൻ്റെ കക്ഷിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ജഡ്ജ് വളരെ രൂക്ഷമായ നോട്ടത്തോടെ പറഞ്ഞു, മിണ്ടരുത്, അവിടെ ഇരുന്നാൽ മതി, മിണ്ടരുത്. മിണ്ടിയാൽ ഈ ശിക്ഷ നേരെ ഇരട്ടിയാകും. ഇതൊരു മതത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്, മതത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നാണ് കോടതി പറഞ്ഞത്. അത് സൗദി അറേബ്യയിലെ കോടതിയല്ല, ഷാർജയിലെ ശരീഅത്ത് കോടതിയല്ല, അബുദാബിയിലെ കോടതിയല്ല, ഇന്ത്യൻ കോടതി. അതാ ഞാൻ പറഞ്ഞത്, ഒരു സാംസ്കാരിക പൈതൃകം ഈ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ശില്പികൾക്ക് കഴിഞ്ഞു എന്ന്. അത് ഈ രാജ്യത്തിൻ്റെ വിജയമാണ്, രാഷ്ട്രത്തിൻ്റെ വിജയമാണ്. അങ്ങനെ ഒരു സംസ്കാരം ഈ രാജ്യത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു. വാജ്പേയി പ്രധാനമന്ത്രിയായ സമയത്ത് ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ ഒരു കൂട്ടർ പോയി. അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് തർക്കഭൂമിയിൽ പൂജ അനുവദിക്കണം. വാജ്പേയി പ്രധാനമന്ത്രിയായ ചാൻസ് ഉപയോഗിച്ചിട്ടാണ് പോയത്. ബഹുമാനപ്പെട്ട കോടതി ഗവൺമെൻറ് അഭിഭാഷകനോട് ചോദിച്ചു, എന്താ ഗവൺമെൻറ്റിന് പറയാനുള്ളത്? അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു, പൂജ അനുവദിക്കണം. വാജ്പേയിൻ്റെ ഗവൺമെൻറ്റാണല്ലോ. കോടതി സ്വമേധയാ ചോദിച്ചു. അവിടെ നമ്മൾ ആരും കക്ഷിയല്ല ആ കേസിൽ, അപ്രത്യക്ഷമായൊരു കേസ് വരികയാണ്. കോടതി സ്വമേധയാ കക്ഷി ചേരുകയാണ്. ചോദിച്ചു വക്കീലിനോട്, നാളെ വേറൊരു കൂട്ടർ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ അനുവാദം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചാൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും? ഇവിടെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. മെഴുകുതിരി അർദ്ധരാത്രി മീസാൻ കല്ലിൻ്റെ മുകളിൽ മെഴുകുതിരി നാട്ടിയിട്ട് പാവപ്പെട്ട കുട്ടികളുടെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്ന മന്ദബുദ്ധികൾ ചിന്തിക്കേണ്ടത് ഇതാണ്. ഈ രാഷ്ട്രത്തെപ്പറ്റി അവർ പഠിക്കണം. അവരെന്താണ് കുട്ടികളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയെപ്പറ്റി എന്താണ് അവർ ഭാവനയിൽ കാണുന്നത്? ലോകത്ത് ഇതിനേക്കാൾ മതസ്വാതന്ത്ര്യമുള്ള രാഷ്ട്രമുണ്ടോ? ഇന്ത്യയേക്കാൾ മനോഹരമായ മതസ്വാതന്ത്ര്യമുള്ള രാഷ്ട്രമുണ്ടോ ലോകത്ത്? ലോകത്തിന് തന്നെ ഇന്ത്യ മാതൃകയാണ്. നമ്മൾ അഭിമാനത്തോടെ ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയും. സുപ്രീം കോടതി ചോദിച്ചു, എന്താണ്? ഇപ്പോൾ പറഞ്ഞു നിസ്കരിക്കാൻ അനുവാദം കൊടുക്കാൻ പറ്റൂല. അപ്പോൾ കോടതി ചോദിച്ചു, എന്തുകൊണ്ട്? അപ്പോൾ വക്കീൽ പറഞ്ഞത്, ഇത് തർക്കഭൂമിയാണ്. കോടതി തന്നെ ചിരിച്ചു എന്നാണ് പറയുന്നത് ഈ വർത്താനം കേട്ടപ്പോൾ. തർക്കഭൂമിയാണ്. എന്നാൽ പിന്നെ നിസ്കാരം പറ്റൂല, പൂജയും പറ്റില്ലല്ലോ തർക്കഭൂമിയിൽ. തർക്കഭൂമിയാണെങ്കിൽ അവിടെ പൂജ മാത്രം പറ്റും എന്ന് പറയുന്നതിന് അർത്ഥം എന്ത് എന്ന് കോടതി ചോദിച്ചപ്പോൾ പിന്നെ വക്കീലിന് മിണ്ടാൻ കഴിഞ്ഞില്ല. ആ ഹർജി തള്ളി. ഈയിടെ വേറെ ഏതൊരു സംസ്ഥാനത്ത് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനെതിരെ നടന്ന പീഡനത്തെ സംബന്ധിച്ചൊരു സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ, ഏതാ സംസ്ഥാനം? ഒറീസ. സുപ്രീം കോടതി പറഞ്ഞൊരു കമൻറ്റ് നിങ്ങൾക്ക് പത്രത്തിൽ വായിച്ചു കാണും. മതേതര ഇന്ത്യയാണിത്, ന്യൂനപക്ഷ സംരക്ഷണം ഗവൺമെൻറ്റിൻ്റെ പ്രതിജ്ഞാബദ്ധമായ ബാധ്യതയാണ്, നിർവഹിക്കാൻ കഴിയുന്നില്ലേ, രാജിവെച്ച് പുറത്ത് പോകണം. നിങ്ങളോടൊന്നില്ലേ, രാജിവെച്ച് പുറത്ത് പോകണം കോടതി പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴും ആ മൂല്യം തകർക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അതിങ്ങനെ ശോഭിച്ച് വരികയാണ്. മറ്റേതാ തകരുന്നത്? ഇത് പോ പാകിസ്ഥാനിൽ എന്ന് പറയുന്ന ശബ്ദമുണ്ടല്ലോ, അത് ഇതിനേക്കാൾ ശക്തമായിരുന്നു പഴയ കാലത്ത്. ഇപ്പോൾ ഇവിടെ നിൽക്കൂ എന്ന് പറയുന്ന ശബ്ദമാണ് കൂടുതൽ മുഴങ്ങി കേൾക്കുന്നത്. അപ്പോൾ ആ ഇന്ത്യയെ നമ്മൾ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം. ലോകത്ത് ഇതിനേക്കാൾ മനോഹരമായൊരു മതസൗഹാർദ്ദമുള്ള രാജ്യം അറിയില്ല. ഇപ്പം നമുക്കൊക്കെ എത്ര പള്ളി, എത്ര മദ്രസ, എത്ര അറബി കോളേജ്, എത്ര എത്തിക്കാനാണ്. ഇപ്പോൾ പള്ളിയെടുക്കാൻ ചെറിയൊരു നിയന്ത്രണമുണ്ട്. പിന്നെ
പള്ളി മാത്രമല്ല എല്ലാറ്റിനും ഉണ്ട്. പിന്നെ നമ്മൾ പിന്നെ നിയമം കീപ്പ് ചെയ്യുന്ന ഓർഡറായതുകൊണ്ട് ഇപ്പോൾ കലക്ടർ പെർമിഷൻ വേണം അല്ലേ. വേറെ എന്തൊക്കെ ഇവിടെ ബോംബെയിലും ബാംഗ്ലൂരിലൊക്കെ ചെന്നാൽ വെള്ളിയാഴ്ച ദിവസം ജുമാ നിസ്കാരത്തിന് ആളുകളിങ്ങനെ നീണ്ട് പിന്നെ റോഡിലാണ്. ഏത് റോഡിൽ? മാതമംഗലം റോഡിലല്ല, എപ്പോഴെങ്കിലും വാഹനം പോകുന്ന റോഡല്ല. ബോംബെ പട്ടണത്തിൽ റോഡ് ബ്ലോക്കാക്കിയിട്ട് ജുമാ നമസ്കാരം നടക്കുന്നു. റമദാനിലൊക്കെ കണ്ണൂരിൽ നടക്കാറുണ്ട്, തെക്കി ബസാറിലെ പള്ളിയിൽ റോഡിൽ നിസ്കാരം. ആരെങ്കിലും പറഞ്ഞോ എന്താ ഇത് റോഡ് ബ്ലോക്കാക്കെന്ന് ചോദിച്ചോ? രാത്രി 10 മണിക്ക് മുഖ്യമന്ത്രി അച്യുതാനന്ദന് പ്രസംഗിക്കാൻ കഴിയില്ല 10 മണി കഴിഞ്ഞാൽ. പക്ഷെ നമ്മുടെ ഉസ്താദിന് വേദന പറയാം അല്ലേ? ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? ഞാൻ സാധാരണ ഓർക്കാറുണ്ട്, മട്ടന്നൂരിൽ പള്ളിയുടെ അടുത്താണ്, ഈ പോലീസ് സ്റ്റേഷൻ്റെ അടുത്താ പള്ളി. മറ്റേ ബൈക്കന്നെ കെട്ടാറുണ്ട്, മറ്റേ കോളാമ്പി. എന്നിട്ട് 12 മണിക്കാണ്ട് മറ്റേ ലേലം വിളി തുടങ്ങുക. 16 റുപ്യ 3 വട്ടം. പിന്നെ 2 മണി വരെ നീണ്ടു വെക്കും. ആരും ഇതുവരെ ഇടപെട്ടിട്ടില്ല. ഈയിടെ ഞാനൊരു രസകരമായ അനുഭവം ഉണ്ടായി. നമ്മളൊരു ക്രിമിനൽ റാത്തീവ് ഉണ്ടല്ലോ, ഒരു കത്തിക്കുത്തിൻ്റെ റാത്തീവ്, ക്രിമിനൽ കേസ്, കുത്തറാത്തീവ് എന്ന് പറയല്ലേ. ഈ തലശ്ശേരിയിലൊക്കെ പ്രകടനത്തിന് മുമ്പിൽ പന്തം കൊളുത്തുന്ന മാതിരി മലപ്പുറം ജില്ലയിൽ ഒരു ജാഥയുടെ മുമ്പിൽ കുത്തിറാത്തീവ് ജാഥൻ്റെ മുമ്പിൽ പോലീസ് അകമ്പടിയോടെ. പോലീസ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. സാധാരണ റോഡ് ബന്ധം കത്തിയെടുത്ത പോലീസ് പിടിക്കൂലേ. പക്ഷെ മതപരമായ ചടങ്ങായതുകൊണ്ട് പോലീസ് അത് കുത്തിക്കോട്ടെ, അത് കുഴപ്പമില്ല, അത് മതപരമായ ചടങ്ങാണ്. അപ്പം മതത്തിൻ്റെ ഒരു കാര്യത്തിലും ഇടപെടാതെ പരിപൂർണ്ണ സ്വാതന്ത്ര്യം. എത്ര റോഡ് ബ്ലോക്ക് എന്തൊക്കെ നമ്മൾ നടത്തുന്നു. നബിദിന ഘോഷയാത്രയ്ക്ക് തന്നെ എത്ര റോഡ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. അബുദാബിയിൽ ഇപ്പോൾ KMCCൻ്റെ മീറ്റിംഗ് കൂടിയിട്ടല്ലേ KV ആരെയും പുറത്താക്കിയത്? ആരാ വന്ന്? നമ്മുടെ നേതാക്കന്മാരിലും KMCC മീറ്റിംഗ് കൂടിയിട്ടേ ഉള്ളൂ. വേറെ ഒരു ദോഷവും ചെയ്തിട്ടില്ല, ഒരു നിയമലംഘനവും നടത്തിയിട്ടില്ല. അതൊക്കെ ഇവരുണ്ടാക്കുന്ന മുസീബത്താണ്. ഈ തടിയൻ്റെ ഇവിടെ നസീറും തടി മെലിഞ്ഞോൻ്റെ ഇവിടെ നാസർ മദനിയും എല്ലാം കൂടി ഉണ്ടാക്കുന്ന ഒരു മുസീബത്താണ്. നമുക്കൊരു നല്ല പേരുണ്ടായിരുന്നു, അതിവർ ചീത്ത ആക്കി. മുസ്ലിമീകൾക്ക് നല്ലൊരു പേരുണ്ടായിരുന്നു, സൽപ്പേര്. ദുബായിലെ ഷെയ്ഖ് മഹമ്മൂദിൻ്റെ അയാൾ വിദേശത്ത് പോകുമ്പോൾ അയാൾ ചെക്ക് ഒപ്പിടുന്നത് നമ്മുടെ മലപ്പുറം ജില്ലക്കാരനൊരു മുസ്ലിമാണ്. ഇത് നമ്മളെ ചെക്കല്ല, രാഷ്ട്രത്തിൻ്റെ തലവൻ്റെ ചെക്ക്. ഇത്ര കോടാനക്കോടി കൈകാര്യം ചെയ്ത ചെക്ക് ഒപ്പിടാനുള്ള അധികാരം പവർ ഓഫ് അറ്റോർണി കൊടുത്തത് നമ്മുടെ കേരളക്കാരനാണ്. ആ 3 സഹോദരന്മാരുടെ അസലം, പിന്നെ ഷംസു പുറത്തുണ്ടല്ലോ, അതിലൊന്ന് ഈയിടെ വെടിവെറ്റ് മരിച്ചു. അതിലൊന്നായിടെ വെടിയേറ്റ് മരിച്ചു. ഇനി 2 ബാക്കിയുണ്ട്. ഇത്രയധികം നമുക്ക് വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ ആ വിശ്വാസം തകരുകയാണ്. ആരാ തകർക്കുന്നത്? ഇവർ തന്നെയാണ് തകർക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ത്യയുടെ രാഷ്ട്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ 3 വഴികൾ മുസ്ലിമീങ്ങളോട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാനിലേക്ക് ജിന്നാ സാഹിബ് പോയത് ഞാൻ പറഞ്ഞല്ലോ. ജിന്നാ സാഹിബ് പാകിസ്ഥാനിലേക്ക് പോകാൻ തീരുമാനിച്ച സമയത്ത് ജിന്നാ സാഹിബിനോട് അങ്ങോട്ട് പോകരുത് എന്ന് പറയാനാണ് മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പോയത്. ജിന്നാ സാഹിബിനോട് പറഞ്ഞു, അങ്ങ് പോകരുത്. എന്താ കാര്യം? അങ്ങ് ഞങ്ങളുടെ ഖായിദാണ്, ഖായിദെ ആസമാണ്. അങ്ങ് പോയാൽ ഞങ്ങൾ എത്തിയുമായി പോകും. ഇടയിലില്ലാത്ത ആട്ടിൻപറ്റങ്ങളെപ്പോലെ ഇന്ത്യയിലെ മുസ്ലിമുകൾ അലിഞ്ഞു തിരിഞ്ഞു പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ അങ്ങ് ഇവിടെ തന്നെ നിൽക്കണം. മഹാനായ ജിന്നാ സാഹിബ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഞാൻ പോയാൽ എത്തിമാകുമോ? ഓ, ഉറപ്പാണ് എത്തിമാകും. എങ്കിൽ ഞാൻ പോയില്ലെങ്കിലും ഒരു ദിവസം നിങ്ങൾ എത്തിമാകും. വളരെ അർത്ഥവത്താണ് ആ സൂചന. ഒരു ദിവസം നമുക്കെല്ലാവർക്കും ഒരു ദിവസമുണ്ട്. നമ്മൾ തിരിച്ചു പോകേണ്ട ദിവസം. പാകിസ്ഥാനിലേക്കുള്ള പോക്ക് നിർത്തിവെക്കാം, പക്ഷേ നമ്മൾ ആ ദിവസം മാറ്റിവെക്കാൻ കഴിയില്ലല്ലോ, അല്ലേ? സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും ബന്ധിക്കപ്പെടാത്തൊരു യാത്രയുണ്ട്. ആ യാത്ര ജിന്ന പോയാൽ നിങ്ങൾ എത്തിമാവില്ലേ എന്നാണ് ചോദ്യത്തിൻ്റെ ധ്വനി. മഹാനായ ഇസ്മായിൽ സാഹിബിൻ്റെ സംഗതി ഇവിടുത്തെ കിട്ടി. ജിന്നാ സാഹിബ് എന്നോട് മറുപടി ഒന്നും പറയാതെ ഇസ്മായിൽ സാഹിബ് ഇരിക്കുമ്പോൾ ജിന്നാ സാഹിബ് പറഞ്ഞു, അതുകൊണ്ട് ജിന്ന എന്ന വ്യക്തിയെ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുടെ യാത്ര നിങ്ങൾ അവസാനിപ്പിക്കുക. നിങ്ങൾ മുസ്ലിം ലീഗിനെ ഹയാത്താക്കുക. നിങ്ങൾക്ക് അനാഥത്വം പേരേണ്ടി വരില്ല. മുസ്ലിം ലീഗ് നിങ്ങളുടെ നാഥനായിരിക്കും.
ആയുധമില്ലത്ത് അങ്ങനെയാണ് ഈ പതാകയുമായി നേരെ യു പിയിലേക്ക് പോയത്. നമ്മളെക്കാൾ 6 ഇരട്ടി മുസ്ലിമുകളുടെ യു പിയിൽ ഈ കൊടി കൊണ്ട് ചെന്നപ്പോൾ അവർ ഓടിയ വയ്ക്ക് പുല്ല് മുളച്ചിട്ടില്ല. ചുവപ്പ് കണ്ട കാളിൻ്റെ മാതിരി ആ നാട്ടുകാർ. കാരണം ഈ കൊടിക്കൊരു ദോഷപ്പേരുണ്ടാക്കിയിരുന്നു നേരത്തെ തന്നെ. എന്താ പേര്? പാകിസ്ഥാൻ ഉണ്ടാക്കിയ കൊടിയാണ്. അങ്ങനെ അന്ന് പറഞ്ഞിരുന്നു. അതൊരു ഒരു കള്ളപ്രചരണമാണ്. പാകിസ്ഥാൻ ഉണ്ടാക്കിയ കൊടിയായത്. ആ വിവരക്കേട് ഇപ്പോൾ അടുത്തടുത്തം പറഞ്ഞല്ലോ. എന്തുകൊണ്ട് പേര്? നാസർ മദനി. പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന് പറഞ്ഞത്. ലീഗിൻ്റെ കൊടിയെപ്പറ്റി നാസർ മദനി. ഈ വിവരദോഷയെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അഡ്വാനി പോലും ഇപ്പോൾ പറയില്ല അത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ്, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ഇന്ത്യൻ പാർലമെൻറ്റിൽ അഡ്വാനി വാചാലമായി പ്രസംഗിക്കുന്നു, ഞങ്ങളുടെ മുന്നണി ഞങ്ങൾ വിശാലമാക്കുകയാണ്, എല്ലാവർക്കും സ്വാഗതം, കോൺഗ്രസ് ഒഴിച്ച് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആരോ ചോദിച്ചു, കോൺഗ്രസിനുണ്ട്, ലീഗ് ഉണ്ടല്ലോ, ലീഗിന് സ്വാഗതമാണോ? അപ്പം അയാൾ പറയുകയാണ്, ഞങ്ങളുടെ മുന്നേ വിശാലമാക്കുമ്പോൾ മുസ്ലിം ലീഗ് അതിലേക്ക് കടന്നു വരികയാണെങ്കിൽ മുസ്ലിം ലീഗിനോടും ഞങ്ങൾക്ക് അസ്പൃശ്യതയില്ല എന്നാണ് അഡ്വാനി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ പറ്റി പളുങ്ക് പോലെ പരിശുദ്ധമാണ് ആ പാർട്ടി എന്ന് എല്ലാവരും സമ്മതിക്കുന്നു. ആ പാർട്ടിയെ പറ്റി നാസർ മദനി പറഞ്ഞത് ഇത് പാകിസ്ഥാൻ്റെ കൊടിയാണ്. ഇവൻ ഇതിനെപ്പം നന്നാകുക? 9 കൊല്ലം ജയിലിൽ കൊണ്ടിട്ട് നന്നായിട്ടുണ്ട്. ഇതിനെപ്പം നന്നാകും ഇവൻ? അല്ലെ, 9 കൊല്ലം കിടന്ന് നന്നാവേണ്ടി ഒരു മനുഷ്യൻ. അതിനപ്പുറം ആഴ്ചക്കാലം മുഴുവനും ജയിലിൽ പോകണോ? എന്നാലേ നന്നാവും. വിവരക്കേടിനൊരു പരിധി വേണ്ടി. അപ്പോൾ ഞാൻ പറയുന്നു, ആ കൊടിയുമായി യു പിയിലേക്ക് പോയപ്പോൾ അവർ സ്വീകരിച്ചില്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും പോയി. ആർക്കും പറഞ്ഞു, ഇസ്മായിൽ സാഹിബ് നിങ്ങൾ മോശമൊന്നുമല്ല, പക്ഷെ കൊടി വേണ്ട, കൊടിയുള്ള നിങ്ങളെ വേണ്ട. തമിഴ്നാട്ടിൽ ചെയ്തു. ഇപ്പോൾ സ്വന്തം നാടാണല്ലോ. അവർ പറഞ്ഞ് ഇസ്മായിൽ സാഹിബ് നല്ല ആളിനെയാണ്, പക്ഷേ കൊടിയൊന്ന് മാറ്റി വെക്കണം. അപ്പം നമ്മൾ പറഞ്ഞു, ഇസ്മായിൽ സാഹിബെ കൊടിയടക്കം നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, കേരളീയ മുസ്ലിമീങ്ങൾ. നമുക്ക് അള്ളാഹു നൽകിയ വലിയ നിയമത്താണ്. കേരളീയ മുസ്ലിമുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവം അതിന് മുമ്പ് തന്നെ ഉണ്ട്. സമസ്ത ഉണ്ടായത് എപ്പോഴാണ്? സ്വാതന്ത്ര്യത്തിൻ്റെ ഒരുപാട് കൊല്ലം മുമ്പ് ഉണ്ടായിട്ടില്ല. 25-ൽ 24-ൽ. അപ്പം അന്നിയുടെ സംഘടിത സ്വഭാവമൊക്കെ നേരത്തെ ഉണ്ട്. സംഘടിക്കുക, ശക്തി ആർജിക്കുക എന്ന ശൈലി കേരളീയ മുസ്ലിങ്ങൾക്കുണ്ട്. അപ്പം അത് വെച്ച് നമ്മൾ ആ കൊടി ഏറ്റുവാങ്ങി. ഞാൻ ദീർഘമായി പറയുന്നില്ല. സച്ചാർ കമ്മീഷൻ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെപ്പറ്റി ആകെ പഠിച്ചപ്പോൾ സച്ചാർ കമ്മീഷൻ പറയുന്നത് മഹാപോക്കാണ്. ആദിവാസികളെക്കാളും ഗിരിജനങ്ങളെക്കാളും ഹരിജനങ്ങളെക്കാളും പെരുവണ്ണാന്മാരെക്കാളും എല്ലാം പിന്നിൽ ഒരു ഖൗമുണ്ട്. ആ ഖൗമ് മുസ്ലിമീങ്ങളാണ്. ഇന്ത്യയിൽ മഹാപോക്കാണ് നമ്മളെ കാര്യം. പക്ഷെ ഒരു സംസ്ഥാനത്ത് മോശമല്ല, അത് കേരളമാണ്. എന്താ കാര്യം?